കൊള്ളാം, നല്ല പടം. നല്ല ഗംഭീര പടമാണ്. വിവാദങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ പടം കാണുന്നത്. നല്ലൊരു പടമാണ്. ഇതിൽ അഭിനയിക്കാൻ പറ്റിയതിലും നന്ദി പറയുന്നു. ഒമർ ലുലു സാറിനോടും ഷീലു ഇബ്രാഹിം മേനോടും നന്ദി പറയുന്നു. ഒബ്രാ മാത്യു സാർ എല്ലാവരും കഷ്ടപ്പെട്ടാണ് നമുക്ക് ഈ ചാൻസ് തന്നത്. ഓണം വിന്നറായിരിക്കും പടം. ഫുൾ ബൈബിൾ ആയിട്ട് കാണാൻ പറ്റുന്ന സിനിമയാണ്. ആൻഡപ്പൻ ആറാടുകയെന്ന് തന്നെ പറയാം. നമ്മുടെ റഹ്മാൻ സാറും ബിബിൻ ജോർജ്, അൻസൽ, സെന്തിൽ കൃഷ്ണ, അങ്ങനെ ഒരുപാട് താരനിരയുണ്ട്. ഡാൻസ് വാസു ചേട്ടനാണ് നമ്മുടെ ഒരു സീനിലൊക്കെ വരുന്നത്. അതൊക്കെ പൊളിയായിരുന്നു, ഗംഭീരമായിരുന്നു. എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണും. നല്ല മൂവിയായിരുന്നു. എക്സൈറ്റ്മെൻ്റ് ആണ്. എല്ലാവരും പോയി കാണാൻ സപ്പോർട്ട് ചെയ്യുക. പെർഫോമൻസ് അല്ല, ഇവർ എല്ലാവരും ഇവർ ഈക്വലി ഹാർഡ് വർക്കാണ് എല്ലാവരും തന്നിരിക്കുന്നത്. ഇപ്പം ഞാനായാലും എല്ലാവരും എടുത്ത് പറയാം, എല്ലാവരും ഈക്വലി ഇമ്പോർട്ടൻസ് ആണുള്ളത്. അപ്പോൾ എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യാം. പടം ഒമർക്ക് തൂക്കിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ആദ്യം താങ്ക്സ് പറയേണ്ടത് ഒമർക്കാണ്. കാരണം റഹ്മാൻ സാറിനൊക്കെ കൊണ്ടുവരുന്ന ഇത്ര വലിയ ആൾക്കാരപ്പം അഭിനയിക്കുക പറഞ്ഞാൽ വലിയ കാര്യം. പിന്നെ ഒന്ന് കണ്ട് പ്രോത്സാഹിപ്പിക്കുക. അടിപൊളിയാണ്. അത്രേ ഉള്ളു പറയാൻ. എല്ലാവരും ഒന്നിനൊന്ന് വെച്ചോ. വളരെ സൂപ്പർ സൂപ്പർ എന്റർടൈനിങ് ആണ്. എല്ലാവരും നല്ല പെർഫോമൻസ്, ബോറടിക്കില്ല. ബാഡ് ബോയ്സ് അടിപൊളി സിനിമയാണ്. ഉമർ ലുലു നല്ല രസമായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് ഒരുപാട് അനാവശ്യമായിട്ടുള്ള പഴയ കമൻസുകളൊക്കെ ഉണ്ട് ഉമർ ലുലു എന്ന് പറഞ്ഞ സംവിധായകനെതിരെ. പക്ഷേ ഈ പടത്തിൽ അത്തരം സാധനങ്ങളൊന്നുമില്ല. നല്ല സിനിമയാണ്. ഫുൾ കോമഡി പടമാണ്. അതുപോലെ തന്നെ മാസും കൂടെ കലർത്തിക്കൊണ്ട് കോമഡി മാസ് സിനിമയാണ്. അതുപോലെ തന്നെ പഴയ ആക്ടർമാരെല്ലാം തിരിച്ച് റിട്ടേൺ വന്നിട്ടുണ്ട് ഈ സിനിമയിൽ. നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്ത് പോലും നമുക്ക് ബോറടിക്കാത്ത, അത് ലാഗടിക്കാത്ത രീതിയിൽ ഇത്രയും നല്ലൊരു സിനിമ സ്ക്രിപ്റ്റ് ചെയ്ത് അതുപോലെ തന്നെ ഇത് ഡയറക്റ്റ് ചെയ്ത ഒമർ ലുക്കയ്ക്കും ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം. അത്ര നല്ല മേക്കിംഗ് ആണ്. ഈ ഓണം തൂക്കിയെന്നുള്ളതിന് യാതൊരു സംശയം വിചാരിക്കേണ്ട. ഓണം കഴിഞ്ഞ കൊല്ലത്തെ ആർഡെക്സ് കൊണ്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കൊല്ലം ഈ ബാഡ് ബോയ്സ് എന്ന് പറയുന്ന സിനിമ കൊണ്ടുപോകുന്നുള്ളത് 100% ഉറപ്പാണ്. അത്ര ഫുൾ എൻ്റർടൈൻമെൻ്റ് അല്ലാതെ വേറെ ഒന്നുമില്ല. ഫുള്ള് നമുക്ക് ചിരിച്ച് കോമഡിയാണ്. അതുപോലെ തന്നെ മികച്ച 2 പുതുമുഖ ആക്ടർമാരുണ്ട് ഈ സിനിമയിൽ. ഒന്ന് അലൻ ജോസ് പെരേരയും പിന്നെ ഒന്ന് ആറാട്ടണനും. ഇവരുടെ പ്രകടനം എന്ന് പറഞ്ഞാൽ മികവുറ്റ പ്രകടനം. കാരണം ഡയലോഗ് കൊണ്ട് ഇങ്ങനെ ഡെലിവറി ആണ്, ഇങ്ങനെ അമ്മാനെ ആടുന്ന പോലുള്ള ആക്ടിങ് ആണ്. അവർ പുതിയ തലമുറയ്ക്ക് ഒരു വാഗ്ദാനമാണ് കേട്ടോ. മലയാള സിനിമയിലേക്ക് അവർ രണ്ടുപേരും നല്ല ഒരുപാട് അവസരങ്ങൾ അവർക്ക് ഉണ്ടാവും കേട്ടോ. തീർച്ചയായിട്ടും ഈ സിനിമ വിജയിക്കേണ്ട സിനിമ തന്നെയാണ്. എല്ലാ പ്രേക്ഷകരും വന്ന് മസ്റ്റായിട്ട് വാച്ച് ചെയ്യേണ്ട സിനിമയാണ്. അത്ര നല്ല പടം. ഫുൾ ഓണാണ് പടം. അതായത് നമ്മൾ എന്താണോ ചിന്തിച്ചൊരു ബാഡ് ബോയ്സ് എന്ന പേര് കേട്ട് നമ്മൾ തിയേറ്ററിലേക്ക് വരുന്നോ അതുപോലെ പഞ്ചിങ് പവർഫുള്ളായിട്ടുള്ള ഒരു സിനിമ മേക്ക് ചെയ്ത ഒമർ ലുലു സാറിന് എൻ്റെ ഒരു ബിഗ് സല്യൂട്ടാണ്. വീണ്ടും ഞാൻ പറയണത് ഇത് സൂപ്പർ ഹിറ്റ് അടിക്കും. അതുപോലെ തന്നെ ബാബുവിൻ്റെ ചേട്ടൻ, പിന്നെ നമ്മുടെ അബു സലീം, ശങ്കർ, ദേവൻ, ഇവരെല്ലാം റിട്ടേൺ വന്നിരിക്കുകയാണ്. കിടിലം നല്ല അടിപൊളി സിനിമയായിരിക്കും. ഇത് സൂപ്പർ ഹിറ്റ് ബ്ലോക്ക് ബസ്റ്റർ. സ്റ്റാർ 5 കൊടുക്കാമെന്നുള്ളത് ഈ 3 എണ്ണം പറയുന്ന വാക്കാണ്. ഉറപ്പാണ്, അടിക്കും.